നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. മധ്യവർഗത്തിന്റെ കൈ പിടിച്ച നിർമ്മല സീതാരാമൻ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവ്. നികുതി സ്ലാബുകളിൽ അഴിച്ചുപണിതു. ആദായ നികുതി പരിധി 4 ലക്ഷമാക്കി ഉയർത്തി. ജനങ്ങളുടെ ബജറ്റ് എന്ന് പ്രധാനമന്ത്രി. Greenfield airports will be facilitated in Bihar to meet the future needs of the state. Makhana board in Bihar. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ബീഹാറിന് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ. ഖാന ബോർഡ് സ്ഥാപിക്കും. പട്ന വിമാനത്താവളം നവീകരണം. മിഥിലാഞ്ചലിൽ കനാൽ പദ്ധതി. IITക്ക് പുതിയ ഹോസ്റ്റൽ. പുതിയ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങുമെന്നും ധനമന്ത്രി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. പ്രധാന പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല. വയനാട് പാക്കേജിലും വിഴിഞ്ഞത്തും മൗനം. വിമർശിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും. ആരോഗ്യമേഖലയ്ക്ക് കൈത്താങ്ങ്. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇളവ്. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ സെന്ററുകൾ. മെഡിക്കൽ കോളേജുകളിൽ 75,000 സീറ്റ് ഉയർത്തും. 5 IITകളിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കും. കർഷകർക്ക് സഹായം പ്രഖ്യാപിച്ച നിർമ്മല സീതാരാമൻ. കൈത്താങ്ങായി പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. നേട്ടം 1.7 കോടി കർഷകർക്ക്. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി 5 ലക്ഷമാക്കി. പരുത്തി കൃഷിക്കായി പഞ്ചവത്സര പദ്ധതി. കോട്ടയത്ത് വൻ കവർച്ച. കുറുപ്പന്തറയിൽ വീട് കുത്തി തുറന്ന് 20 പവൻ കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാടിന് നടുക്കി വീണ്ടും കൂട്ടക്കൊല. ആലപ്പുഴ മാന്നാറിൽ മകൻ മാതാപിതാക്കളെ ചുട്ടുകൊന്നു. കാരണം സ്വത്ത് തർക്കം. വീടിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടെന്ന് സമ്മതിച്ച് പ്രതി. കൊല മകനെതിരെ പിതാവ് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ. ചോറ്റാനിക്കര പീഡനക്കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തില്ല. മനഃപൂർവമായ നരഹത്യ ചുമത്തും. കഴുത്തിൽ ഷോൾ കുരുക്കിയത് മരണത്തിലേക്ക് നയിച്ചു. പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. ഗുജറാത്ത് കലാപത്തിന്റെ ഇര എഹ്സാൻ ജഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രി അന്തരിച്ചു. അന്ത്യം അഹമ്മദാബാദിൽ ചികിത്സയിലിരിക്കെ. വിട പറഞ്ഞത് കലാപത്തിൽ ഇരകൾക്ക് നീതിക്കായുള്ള പോരാട്ടത്തിന്റെ മുഖം. വിശദമായി നോക്കാം. ബജറ്റിൽ എന്തെല്ലാം? ഇടത്തരക്കാർക്ക് കോൾ അടിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ട. 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേരുമ്പോൾ ഫലത്തിൽ 12.75 ലക്ഷം വാർഷിക വരുമാനമുള്ളവർ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാകും. ഇടത്തരക്കാർക്ക് കൂടുതൽ ഇളവുകൾ നൽകി വിപണിയിൽ പണവിനിയോഗം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിടുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം. കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും ഇത്ര വലിയ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതല്ല. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. Average income of 1 lakh per month other than the special rate income such as capital gains. പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ നികുതി അടയ്ക്കേണ്ട. വാർഷിക അടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ 12 ലക്ഷവും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയും ചേരുമ്പോൾ 12.75 ലക്ഷം വരെ വരുമാനമുള്ളവർ പരിധിയിൽ നിന്ന് ഒഴിവാകും. നേരത്തെ 7.5 ലക്ഷമായിരുന്നതാണ് വൻ ഇളവ് നൽകി പരിധി ഉയർത്തിയത്.
പുതിയ നികുതി രീതി തെരഞ്ഞെടുത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക. 12.75 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ അടയ്ക്കേണ്ടി വരുന്ന നികുതി ഇങ്ങനെയാണ്. 4 ലക്ഷം വരെയുള്ള തുകയ്ക്ക് നികുതി ബാധകമല്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30% വരെയും നികുതി അടയ്ക്കണം. ഇടത്തരക്കാർക്ക് കൂടുതൽ പണം എത്തിച്ച് വിപണിയിലെ പണവിനിയോഗം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കം. വമ്പൻ പ്രഖ്യാപനമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ പ്രതികരണം. സാമ്പത്തിക വളർച്ച കുത്തനെ താണതാണ് ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഭീമൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ബീഹാറിൽ സ്ഥാപിക്കും. പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം മുതൽ മക്കാന ബോർഡ് വരെയാണ് ബീഹാറിന് കേന്ദ്രത്തിന്റെ സമ്മാനം. Greenfield airports will be facilitated in Bihar to meet the future needs of the state. These will be in addition to the expansion of the capacity of Patna Airport and a brownfield airport in Beta. മൂന്നാം മോദി സർക്കാരിൽ ബീഹാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിന് ബജറ്റിലും പ്രതിഫലനം. പിന്തുണയ്ക്ക് പ്രത്യുപകാരവും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനും ഊർജം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ. A national mission on high-yielding seeds will be launched, aimed at 1. Strengthening research ecosystem, 2. Targeted development and propagation of seeds with high yield, pest resistance and climate resilience, and 3. Commercial availability of more than 100 seed varieties released since July 2024. ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി സ്ഥാപിക്കും. പശ്ചിമ കോസി കനാൽ പദ്ധതിക്ക് അധിക സാമ്പത്തിക സഹായം. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, നിലവിലെ പാട്ന എയർപോർട്ട് വികസിപ്പിക്കും. ബീഹാർ സ്പെഷ്യൽ പ്രഖ്യാപനങ്ങൾ ട്രഷറി ബെഞ്ച് ഹർഷാരവത്തോടെ സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് പരിഹാസം. The institute will provide a strong fillip to food processing activities in the entire eastern region. Our government will set up a national manufacturing mission covering small, medium and large industries for furthering Make in India by providing policy support, execution roadmaps, governance and monitoring framework for central ministries and states. IIT പാട്നയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുണ്ട് അധിക സഹായം. ഇതുകൂടാതെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന മഖാന ബോർഡ് ബീഹാറിൽ സ്ഥാപിക്കും. Makhana board in Bihar. For this, there is a special opportunity for the people of Bihar. A Makhana board will be established in the state to improve production, processing, value addition and marketing of Makhana. ബീഹാറിലെ മിഥില മേഖലയിൽ പരമ്പരാഗത നാടോടി കലാരൂപമായ മധുബനിയുടെ സവിശേഷതകളുള്ള ഓഫ് വൈറ്റ് സാരിയിലായിരുന്നു നിർമ്മലയുടെ ബജറ്റ് ദിനം. വേഷം പോലെ തന്നെ കണക്ക് പുസ്തകത്തിലും പതിവിൽ കൂടുതൽ പ്രണയം ബീഹാറിനോട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. റെയിൽവേയുടെ സുരക്ഷയും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയാണ് ഇത്തവണത്തെ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. മൂലധന ചെലവിനത്തിൽ കഴിഞ്ഞ വർഷം അനുവദിച്ച അത്ര തന്നെ തുകയാണ് ഇത്തവണയും നീക്കിവെച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി റെയിൽവേയുടെ ആകെവിഹിതം പരാമർശിച്ചില്ല. പക്ഷേ പ്രസംഗത്തിനു ശേഷം പുറത്തിറക്കിയ ബജറ്റ് രേഖകളിൽ മൂലധന വിഹിതം വ്യക്തമാക്കി. മൂലധന ചെലവ് തുടർച്ചയായി 2ാം വർഷവും മാറ്റമില്ലാതെ തുടരുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 2.52 ലക്ഷം കോടി രൂപയുടെ വാർഷിക ചിലവുകളാണ് വകയിരുത്തിയിരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലും അതേ തുക തന്നെ. സുരക്ഷയ്ക്കും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ട്രാക്കുകളുടെയും വാഗണുകളുടെയും നിർമ്മാണം, വൈദ്യുതീകരണം, സിഗ്നലിംഗ്, സ്റ്റേഷൻ വികസനം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ആഭ്യന്തര ബജറ്റേതര വരുമാനം 13,000 കോടിയായി തന്നെ തുടരുന്നു. ധനമന്ത്രി 2025-26 കേന്ദ്ര ബജറ്റ് അവതരണം പൂർത്തിയാക്കിയ ശേഷം IRCON, IRCTC, IRFC തുടങ്ങിയ റെയിൽവേ ഓഹരികളിൽ 6% ഇടിവ് രേഖപ്പെടുത്തി. ഈ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളൊന്നും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്ന് വിദഗ്ധർ വിമർശിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റെയിൽവേ വികസനത്തെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
പൊതു ബജറ്റിലെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെ ആകെ നിരാകരിച്ചു. വയനാടിന്റെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് പോലും അനുവദിച്ചില്ല. ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ ലംഘിക്കുന്നതാണ് കേന്ദ്ര ബജറ്റിലെ സമീപനമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരളത്തിന് അങ്ങേയറ്റം നിരാശാജനകമായ ബജറ്റെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വയനാടിനും വിഴിഞ്ഞത്തിനും ഒന്നുമില്ല. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും കേരളത്തിന് അനുവദിച്ചില്ലെന്ന് ധനമന്ത്രി വിമർശിച്ചു. ആദായ നികുതി പരിധി ഉയർത്തിയത് കേന്ദ്രത്തിന്റെ ഗിമ്മിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മാത്രമുള്ള ബജറ്റാണിതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കോട്ടയം കുറുപ്പന്തറയിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. വീടിന്റെ വാതിൽ തകർത്തു കയറിയ കള്ളൻ 20 പവൻ സ്വർണം മോഷ്ടിച്ചു. ആനിത്തോട്ടത്തിൽ സേവ്യറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. കുറുപ്പന്തറ പുളിന്തറ വളവിന് സമീപം ആനിത്തോട്ടത്തിൽ സേവ്യറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സേവ്യറും ഭാര്യ ലീലാമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞത്. എത്രയാവും വന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ്. വന്ന് വാതിൽ തുറന്നു അകത്ത് കയറി കഴിഞ്ഞപ്പം ഒരു കഷ്ണം ഡോറിൻ്റെ അറന്ന് വീഴുന്ന ഒരു ശബ്ദം കേട്ടു. എന്നാൽ നോക്കിയപ്പോഴാണ് ഇതിന് ഡോറ് തുറന്ന് താളി. നിങ്ങളോട് ഇല്ലാന്നല്ലേ? ഞങ്ങളപ്പുറത്ത് അവിടെയാണ് താമസിക്കുന്നത്. ഫാദർ മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്ത് പ്രവേശിച്ചത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കണ്ടെത്തി അലമാര തുറന്ന് സ്വർണമെടുക്കുകയായിരുന്നു. തുടർന്ന് പുറകുവശത്തുള്ള വാതിൽ തുറന്ന് മോഷ്ടാവ് രക്ഷപ്പെട്ടു. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ SHO റിനീഷ് ഇല്ലിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോട്ടയം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തില്ല. മനഃപൂർവ്വമായ നരഹത്യ കുറ്റമായിരിക്കും പ്രതിക്കെതിരെ ചുമത്തുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിയാണ് കൊലക്കുറ്റം ഒഴിവാക്കിയത്. കഴുത്തിലിട്ട കുരുക്കാണ് മസ്തിഷ്ക മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ഡാനി പോൾ ഉടൻ തന്നെ ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഇത് നമ്മൾ നേരത്തെ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പ്രതിക്ക് കൊലക്കുറ്റം ചുമത്തില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ഏറ്റവും അതിൽ പ്രധാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ റിപ്പോർട്ടുകളാണ് അതിന് കൊലക്കുറ്റം ചുമത്തില്ല എന്നതിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യ കുറ്റമായിരിക്കും പ്രതിക്കെതിരെ ചുമത്തുക. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എന്നായിരുന്നു നേരത്തെ അടക്കം വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോഴിതാ മനഃപൂർവ്വമുള്ള നരഹത്യ ആ തരത്തിലുള്ള കുറ്റമാണ് ചുമത്തുക, അല്ലേ? അതെ, അങ്ങനെയാണ് പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതിന് പ്രധാനമായ ഒരു കാരണം ഇതിൽ ഇയാളുടെ ഒരു മൊഴി കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം അവർ അത് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിൽ ഇയാളാണ് ഈ പ്രതി അനൂപാണ് അവരെ ഷാൾ മുറിച്ച് താഴെയിട്ടത് എന്നതുകൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അങ്ങനെ ഒരു കൊല ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന ആൾ ആ രീതിയിൽ പെരുമാറില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ല എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയൊരു ആനുകൂല്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്താതെ മനഃപൂർവ്വമായ നരഹത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്നത്. ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. കഴുത്തിലിട്ട കുരുക്കാണ് മസ്തിഷ്ക മരണത്തിന് കാരണമെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിൽ കൂടി പോലീസിന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു കണ്ടെത്തലായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇയാൾ അന്നേ ദിവസം ഞായറാഴ്ചയാണ് ഇവരെ ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അന്ന് ഞായറാഴ്ചയും ഇയാൾ രാത്രി അവിടെ എത്തിയിരുന്നതായിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കാരണം അവർ ആ വീടിനകത്ത് വെളിച്ചം കണ്ടു, ലൈറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ഇയാൾ ധരിച്ചത് അവർക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വീടിനകത്ത് ആളുണ്ട് എന്ന രീതിയിലാണ് ഇയാൾ മനസ്സിലാക്കി തിരിച്ചു പോവുകയായിരുന്നു എന്ന രീതിയിലും മൊഴി നൽകിയിട്ടുണ്ട്. ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്. നന്ദി. ആലപ്പുഴ മാന്നാറിൽ വീടിന് തീയിട്ട് വൃദ്ധ ദമ്പതികളെ ചുട്ടുകൊന്ന മകൻ പിടിയിൽ. സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വീടിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടതാണെന്ന് വിജയൻ സമ്മതിച്ചു.
ഇന്ന് പുലർച്ചെ വീടിന് തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് വെന്തു മരിച്ചത്. വീടും പൂർണ്ണമായി കത്തിനശിച്ചു. വീടിന് തീപിടിച്ച സമയം ദമ്പതികളുടെ മകൻ വിജയൻ നടന്നു പോകുന്നത് കണ്ടതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണം. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാവുമായിരുന്നു. പ്രതിന്റെ ഭാഗത്ത് നിന്ന് ഒരു സൂയിസൈഡ് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ മാസം അച്ഛൻ രാഘവന്റെ കൈ വിജയൻ തല്ലിയൊടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഉപദ്രവിച്ചതോടെ രാഘവൻ പോലീസിൽ പരാതി നൽകി. ഇന്ന് മകൻ വിജയനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. അതിനിടെയാണ് ദാരുണമായ കൊലപാതകം. ന്യൂസ് 18 ആലപ്പുഴ. വയനാട് വെള്ളമുണ്ടയിലെ അതിക്രൂര കൊലപാതകത്തിന് ഞെട്ടലിലാണ് നാട്. ഇന്നലെയാണ് UP സ്വദേശി മുഖീബിനെ വെട്ടിക്കൊന്ന് കഷണങ്ങളാക്കി പെട്ടിയിലാക്കി ഉപേക്ഷിച്ചത്. പിടിയിലായ മുഹമ്മദ് ആരിഫിന്റെ ഭാര്യയുമായി ബന്ധം സംശയിച്ചായിരുന്നു കൊലപാതകം. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ കൊലപാതകം. UP സ്വദേശിയും 25-കാരനുമായ മുഖീബിനെയാണ് വെട്ടിക്കൊന്ന് പെട്ടിയിൽ കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചത്. UP സ്വദേശിയായ മുഹമ്മദ് ആരിഫാണ് പ്രതി. ഇയാളുടെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകം. മുഹമ്മദ് ആരിഫും മുഖീബും ഏറെ നാളായി വെള്ളാടിയിലായിരുന്നു താമസം. ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. പ്രതി താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ വെച്ചാണ് കൊലപാതകമെന്നാണ് മൊഴി നൽകിയത്. മൂളിത്തോട് പാലത്തിനടിയിൽ ശരീരഭാഗങ്ങൾ അടങ്ങിയ പെട്ടി ഉപേക്ഷിക്കുന്നത് കണ്ട ഓട്ടോ ഡ്രൈവറാണ് പോലീസിൽ വിവരമറിയിച്ചത്. മുഹമ്മദ് ആരിഫിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മയ്ക്ക് നേരിട്ട് പങ്കില്ലെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. ശ്രീധുവിനോടുള്ള വിരോധം കൊലപാതകത്തിലേക്ക് നയിച്ചെന്നും പോലീസ്. ജോത്സ്യൻ ദേവിദാസന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീധു ആവർത്തിച്ചു. കൂടുതൽ വ്യക്തതയ്ക്കായി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷയും ആവശ്യപ്പെടും. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീധു. പല ഘട്ടങ്ങളിലായി ജോത്സ്യൻ ദേവിദാസിന് പണം നൽകി. നേരിട്ടാണ് പണം നൽകിയതെന്നും ശ്രീധു മൊഴി നൽകി. വിശദ പരിശോധനയ്ക്ക് ദേവിദാസിനെ ഇന്നും ബാലരാമപുരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസിന്റെ പ്രതികരണം. ഇതിൽ എനിക്ക് എന്റെ പേരിലുള്ള പരാതി അത് വ്യാജ പരാതിയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഇന്നലെ പോയത്. ഒരു വാർത്ത കിട്ടിയാലിടൻ അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ ആളിന്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പുറത്തെടുത്ത് എങ്ങനെ വക്രീകരിച്ച് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കുട്ടിയെ റാഗ് ചെയ്തെന്ന പരാതി ഉൾപ്പെടെയുള്ളവ സംഘം അന്വേഷിക്കും. വിഷയം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. സംഭവത്തിൽ പ്രതിഷേധവുമായി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളും രംഗത്തെത്തി. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സിഐയുടെ നേതൃത്വത്തിലാണ് 10-അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. മിഹിറിന്റെ രക്ഷിതാക്കൾ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നത്. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങളും വിശദമായി അന്വേഷിക്കും. സൈബർ വിദഗ്ധരുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 2 വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോലീസ് എത്താത്തതെന്നാണ് വിശദീകരണം. സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം വിദ്യാർത്ഥി പഠിച്ചിരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന ഹൈബി ഈഡനും ജില്ലാ ശിശുക്ഷേമ സമിതിയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് AYF ജില്ലാ സെക്രട്ടറി KR റനീഷും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. SFI ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ അധികൃതർ. ന്യൂസ് 18 കൊച്ചി.
കൂത്താട്ടുകുളം നഗരസഭയിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിന് വീഴ്ചയെന്ന് എറണാകുളം റൂറൽ എഎസ്പിയുടെ റിപ്പോർട്ട്. സംഘർഷം തടയുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത റൂറൽ എസ്പി ഡിഐജിക്ക് റിപ്പോർട്ട് കൈമാറി. കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസ് സിപിഎമ്മിന് ഒത്താശ ചെയ്തുവെന്നായിരുന്നു ആരോപണം. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസും സിപിഎമ്മും ഒത്തുകളിച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് എഎസ്പിയുടെ റിപ്പോർട്ട്. നഗരസഭയിലെ സംഘർഷം തടയുന്നതിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പി PM ബൈജുവിനും സിഐക്കും വീഴ്ച സംഭവിച്ചു. അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയാഞ്ഞതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ മക്കൾ നൽകിയ പരാതി അന്വേഷിക്കാൻ കാലതാമസം വന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലാരാജു ഉണ്ടെന്നറിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ASP PM കൃഷ്ണൻ SPക്ക് കൈമാറി. വീഴ്ചയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട റൂറൽ SP വൈഭവ് സക്സേന DIGക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നാലെ കേസ് അന്വേഷണ ചുമതല മൂവാറ്റുപുഴ DYSPയിൽ നിന്നും ആലുവ DYSPക്ക് കൈമാറിയിരുന്നു. പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 3 CPMകാരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. 2002 ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായ സാക്കിയ ജഫ്രി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തുടർന്ന് അഹമ്മദാബാദിൽ വെച്ചായിരുന്നു അന്ത്യം. മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജഫ്രിയുടെ ഭാര്യയാണ്. അഹമ്മദാബാദിൽ ഭർത്താവിന്റെ ഖബറിടത്തോട് ചേർന്ന് സാക്കിയ ജഫ്രിയെ സംസ്കരിച്ചേക്കും. ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ തുടർന്നുണ്ടായ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലയെ അതിജീവിച്ചയാളായിരുന്നു സാക്കിയ ജഫ്രി. ഗുൽബർഗ് സൊസൈറ്റിയിൽ നടന്ന കലാപത്തിലാണ് എഹ്സാൻ ജഫ്രി കൊല്ലപ്പെട്ടത്. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു ആദായ നികുതി സ്ലാബ്. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം നേടുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല. കണക്കാക്കുമ്പോൾ മാസം 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വ്യക്തിഗത ടാക്സ് എന്നത്. വ്യക്തിഗത പരിധി ആണ് ഇപ്പോൾ അത് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി. ഒരു പക്ഷേ സാമ്പത്തിക നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തിയിരുന്നത് 10 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാം, അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതാണിപ്പോൾ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്ന് തന്നെ പറയാം. 12 ലക്ഷം രൂപ വരെ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ള വ്യക്തികൾക്ക് ഇനി നികുതി അടയ്ക്കേണ്ടതില്ല എന്ന സുപ്രധാന പ്രഖ്യാപനം തന്നെയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അവസാനം ഉണ്ടായിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ഇത് തന്നെയാണ്. സാമ്പത്തിക നിരീക്ഷകരെ പോലും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ആണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ബജറ്റ് അവതരണത്തിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം, ഇത്തരത്തിൽ സാധാരണക്കാരന് അനുകൂലമാകുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടാകില്ല എന്ന് പൊതുവെ നിരീക്ഷിച്ചിരുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഈ ബജറ്റ് അവതരണത്തിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഭാഗങ്ങളിൽ ഒന്നും തന്നെ ജനങ്ങൾക്ക് അധിക ബാധ്യതയാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ബജറ്റിന്റെ പൂർണ്ണ രൂപം ലഭിക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായിട്ടല്ല എങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും ജനങ്ങൾക്ക് ഭാരമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ ബജറ്റ് അവതരണം ഏതാണ്ട് 1.5 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന ബജറ്റ് അവതരണമാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും നിർമ്മലാ സീതാരാമൻ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ ബജറ്റ് പ്രസംഗം ഏതാണ്ട് 1 മണിക്കൂർ 17 മിനിറ്റ് 18 മിനിറ്റ് അത്രമാത്രമാണ് നീണ്ടുനിന്നത്. ആ ബജറ്റ് പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി മാറിയിട്ടുള്ളത് ആദായ നികുതിയിൽ വന്നിട്ടുള്ള വമ്പൻ മാറ്റം തന്നെയാണ്. ആദായ നികുതി സ്ലാബ് 12 ലക്ഷം രൂപ ആക്കി ഉയർത്തിയിരിക്കുന്നു. ഇടത്തരക്കാരായ ആളുകൾക്ക്, സാധാരണക്കാരായ തിരികെ
വാർത്തയിലേക്ക്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഏറ്റുമുട്ടി എഴുത്തുകാരായ KR മീരയും ബെന്യാമിനും ഹിന്ദു മഹാസഭയുടെ ഗോഡ്സെ പുകഴ്ത്തലിനെതിരെ KR മീര ഇട്ട പോസ്റ്റാണ് രണ്ടുപേരും തമ്മിലുള്ള പരസ്യ തർക്കത്തിലേക്ക് എത്തിച്ചത്. ഗാന്ധിജിയെ തുടച്ചു മാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെയല്ലേ ഹിന്ദു മഹാസഭ എന്നായിരുന്നു KR മീരയുടെ പോസ്റ്റ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഹിന്ദു മഹാസഭ ഗോഡ്സെ ആദരിച്ച വാർത്ത പങ്കുവച്ചായിരുന്നു കോൺഗ്രസിനെ പരിഹസിച്ചുള്ള പോസ്റ്റ്. KR മീരയുടെ വിവാദ താരതമ്യം ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. KR മീരയോടുള്ള വിയോജിപ്പും വിമർശനവും ബെന്യാമിൻ പരസ്യമാക്കി. KR മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും മീരയ്ക്കറിയില്ലെന്ന് ബെന്യാമിൻ വിമർശിച്ചു. പോസ്റ്റ് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടമെന്നും ബെന്യാമിൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വെറും അപ്പക്കഷങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ മീരയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നത് ഒക്കെ നമ്മളുടെ ചില മൂല്യങ്ങളുടെയും നമ്മളുടെ ചില വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ബെന്യാമിന് അതേ നാണയത്തിൽ മറുപടി നൽകി KR മീര. തന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് വിമർശനമെന്നാണ് മറുപടി. രാഷ്ട്രീയ പാർട്ടികളുടെ അപ്പക്കഷ്ണം തനിക്ക് ആവശ്യമില്ലെന്നും മീര വ്യക്തമാക്കി. കോൺഗ്രസിനെയും സംഘപരിവാറിനെയും സുഖിപ്പിക്കാനാണ് ബെന്യാമിൻ ശ്രമിക്കുന്നതെന്നും KR മീര തുറന്നടിച്ചു. ഇടത് ആഭിമുഖ്യമുള്ള എഴുത്തുകാരായി അറിയപ്പെടുന്ന രണ്ടുപേരുടെയും തുറന്ന പോര് സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മോഹമാണ് തർക്കത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.